ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ഒരു അടിപൊളി ലക്ഷറി ഫീലിലാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത്. ഇത് ഏത് വാഹനമാണെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഈ ഒരു വാഹനമാണ് 2015 വരുന്ന ടൊയോട്ട ക്യാമറി ഹൈബ്രിഡ് വാഹനത്തിൻ്റെ അകത്താണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. ഇതൊരു ലക്ഷറി വാഹനമായിട്ട് തന്നെ നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു ലക്ഷറി അല്ലെങ്കിൽ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളെ മനസ്സിൽ ഓടിയെത്താൻ മറ്റൊരുപാട് ബ്രാൻഡുകളുണ്ട്. അതിൽ നമ്മൾ ടൊയോട്ടൻ്റെ ഒരു ലക്ഷറി സെഗ്മെൻറ്റ് തന്നെയാണ് ടൊയോട്ട ക്യാമറി ഹൈബ്രിഡ്. ഈ ഒരു വാഹനത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ള വാഹനമാണ്. അതായത് 2013 ശേഷമാണ് ഹൈബ്രിഡ് സിസ്റ്റം വന്നത്. ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ഏറ്റവും കഴിവ് തെളിയിച്ച ഒരു ബ്രാൻഡ് കൂടിയാണ് ടൊയോട്ട. ടൊയോട്ട എന്ന ബ്രാൻഡ് ഇതിനെ പുറത്തിറക്കുമ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടുക. രണ്ട്, പ്രകൃതിക്കിണങ്ങിയ വാഹനം അല്ലെങ്കിൽ പൊല്യൂഷൻ ഇല്ലാത്തൊരു വാഹനം ഒക്കെയാണ് ഉദ്ദേശിച്ചിട്ടാണ് ഇത്തരം വാഹനങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ തന്നെ വൻ വിജയകരമായി മാറിയ ഒരു ഹൈബ്രിഡ് സിസ്റ്റം വരുന്നൊരു വാഹനം തന്നെയാണ് ക്യാമറി. അതായത് 2013 ശേഷം 15 ഷേപ്പ് മാറി വന്ന ഫേസ് ലിഫ്റ്റ് വന്നൊരു മോഡലാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് സെയിലിനുള്ള വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ 10-55 ലക്ഷം രൂപേൻ്റെ മുകളിൽ 60 ലക്ഷം രൂപേൻ്റെ അടുത്തായിട്ട് വില വരുന്നൊരു വാഹനമാണ് ഈ ഒരു വാഹനം. ഇപ്പോഴത്തെ മോഡൽ ഇത് ഷേപ്പ് മാറിയിട്ടുണ്ട്, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് 2015 മോഡലിനും അന്ന് ഇറങ്ങുമ്പോഴും ഏകദേശം 45 ലക്ഷത്തിൻ്റെ 48 ലക്ഷം രൂപേൻ്റെ ഇടയിൽ വില വന്നിരുന്നൊരു മോഡൽ വാഹനം തന്നെയാണ് ഈ ടൊയോട്ട ക്യാമറി ഹൈബ്രിഡ്. അപ്പോൾ ഇത്രത്തോളം വില എന്തുകൊണ്ട് ഇതിന് വരുന്നു, അതിനുള്ള ഒരു വാഹനം ഇതുണ്ടോ ഒക്കെ നമുക്കൊന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. മൊത്തത്തിൽ ഈ ഒരു വാഹനം ഒന്ന് കാണിക്കാം. ഏറ്റവും ആളുകൾ ഇപ്പോൾ ക്യാമറി ഹൈബ്രിഡിനെ വാങ്ങിക്കാനുണ്ടാവുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൈലേജ് നോക്കിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മൈലേജ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ വീഡിയോയിൽ അത് പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം. ഇതിന് മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത് 1 ലിറ്റർ പെട്രോളിന് ഏകദേശം 19 to 20 കിലോമീറ്റർ ഓടുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഞാൻ ഈ ഒരു വാഹനം ഒരു 5-6 ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളിതിൻ്റെ ഇത് 2 ഓപ്ഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന്, ഇതിൻ്റെ ബാറ്ററി ഇലക്ട്രിക് മോട്ടോർ ഘടിപ്പിച്ച ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിലും നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ പെട്രോൾ എഞ്ചിനിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു ലിമിറ്റഡ് സ്പീഡ് വരെ നമുക്കൊരു 20-30 സ്പീഡ് വരെ നമുക്കിതിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ, അതേപോലെ വണ്ടി നമുക്ക് ഓൺ ചെയ്യുമ്പോൾ, വണ്ടി നമ്മൾ തിരിക്കുമ്പോൾ കാര്യങ്ങളൊന്നും പെട്രോൾ എഞ്ചിൻ ഓൺ ആവില്ല, പെട്രോൾ വർക്ക് ചെയ്യില്ല. അതൊക്കെ ഹൈബ്രിഡ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ മാക്സിമം ആ ഒരു സിസ്റ്റം നമ്മൾ ഉപയോഗിച്ച് ഒരു നോർമൽ സ്പീഡിലൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 16 to 17 കിലോമീറ്റർ എന്തായാലും നമുക്ക് മൈലേജ് ലഭിക്കും. അതല്ല, നമ്മൾ നല്ല ആക്സിലേറ്റർ കൊടുത്ത് അടിപൊളിയായിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 14-15 കിലോമീറ്ററും മൈലേജ് ലഭിക്കും. 14 കിലോമീറ്ററൊക്കെ മൈലേജ് ലഭിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ കിടക്കുന്നത് ഇതിൻ്റെ ബാറ്ററിക്കാണ്. ഏറ്റവും വലിയ സർവീസ് കോസ്റ്റും ഇതിന് അതാണ് വരിക. മറ്റു ഒരുപാട് വാഹനങ്ങളിൽ ഓരോ ഭാഗത്താണ് ഇതിൻ്റെ മെയിൻ്റനൻസ് കൂടുതൽ വരൽ. ഇതിൻ്റെ ബാറ്ററി മാറ്റണം എന്നുണ്ടെങ്കിൽ ഏകദേശം 3 ലക്ഷം രൂപേൻ്റെ മുകളിൽ പ്രൈസ് വരുന്നുണ്ട്. ഈ ഒരു വാഹനം കമ്പനി പുറത്തിറക്കുമ്പോൾ ഏകദേശം 8 വർഷത്തോളം അല്ലെങ്കിൽ ഒരു 10 വർഷത്തോളം, എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10 വർഷത്തോളം ഇതിൻ്റെ ബാറ്ററിക്ക് ടൊയോട്ട വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 10 വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് ഇതിൽ ബാറ്ററി മാറ്റേണ്ടി വന്നാൽ ഏകദേശം 3 ലക്ഷം രൂപേൻ്റെ മുകളിൽ വില വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന വാഹനത്തിൻ്റെ ബാറ്ററി ഓൾറെഡി മാറിയതാണ്. അതായത് ഷോറൂമിൽ തന്നെ നമ്മൾ 3 ലക്ഷം രൂപേൻ്റെ മുകളിൽ കൊടുത്ത് ബാറ്ററി മാറിയൊരു വാഹനമാണ് ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ബാറ്ററി മാറിയത് കൊണ്ട് തന്നെ ഇനി എടുക്കുന്ന ആളുകൾക്ക് ബാറ്ററി മാറുമ്പോൾ പിന്നെ ടൊയോട്ട വാറണ്ടി കൊടുക്കുന്ന ഒരു 6 മാസത്തെ വാറണ്ടിയൊക്കെയാണ് ബാറ്ററി കൊടുക്കുന്നുള്ളൂ. ബാറ്ററി മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒരു 5-6 വർഷത്തിന് അല്ലെങ്കിൽ ഒരു 6-7 വർഷത്തിനൊന്നും പിന്നെ ആ ഭാഗത്തേക്ക് നോക്കേണ്ടി വരില്ല. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി മാറി, അതായത് 2015 മോഡലിൽ വന്ന വാഹനം ഇപ്പോൾ 2024 8 വർഷം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബാറ്ററി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു വാഹനം വാങ്ങിക്കുന്ന ആളുകൾക്ക് ആ ടെൻഷൻ വേണ്ട.
ഇതിൻ്റെ ബാറ്ററി മാറാനാണ് ഏറ്റവും വലിയ കോസ്റ്റ് വരുന്നത്. പിന്നെ ടൊയോട്ടനെ സംബന്ധിച്ച് നോർമൽ സർവീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റേതായ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സർവീസ് കോസ്റ്റും കാര്യങ്ങളും വരുന്നൊരു വണ്ടിയാണ്. പിന്നെ മെയിൻ്റനൻസ് വേറെ പാർട്സുകളൊക്കെ വരുമ്പോൾ അത്യാവശ്യം കോസ്റ്റ് ഉണ്ട്. കാരണം ഏകദേശം 19 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ മെയിൻ്റനൻസിന് സ്പെയർ പാർട്സിന് അത്രയും കോസ്റ്റ് വരും. പക്ഷേ ഈ ഒരു വാഹനം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലും ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നൊരു കോൺഫിഡൻറ്റും റീസെയിൽ മാർക്കറ്റും അത് വേറൊരു ലെവലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം അത്യാവശ്യം റീസെയിൽ മാർക്കറ്റിലൊക്കെ നല്ല പ്രൈസിൽ ഇപ്പോഴും വിറ്റ് പോകുന്നൊരു വാഹനം കൂടിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൈലേജിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ വാഹനം ഓടിച്ചിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ഓടിക്കുമ്പോൾ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഇത് ടൊയോട്ടൻ്റെ ഹൈബ്രിഡ് വാഹനമാണോ അല്ലേന്ന് ഒറ്റയടിക്ക് തിരിച്ചറിയാൻ പറ്റുന്നൊരു ഭാഗമാണ് ഇതിൻ്റെ ലോഗോ. ഈ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ടൊയോട്ടൻ്റെ ലോഗോ കാണാൻ പറ്റും. ആ ലോഗോൻ്റെ അകത്താണെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കാണുന്നുണ്ടോ നിങ്ങൾ ഉറപ്പിച്ചോളി, ഹൈബ്രിഡ് വാഹനമാണ്. ടൊയോട്ടയ്ക്ക് തന്നെ ഒരുപാട് ഹൈബ്രിഡ് സിസ്റ്റം വരുന്ന വാഹനങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഹൈക്രോസിലും കാര്യങ്ങളൊക്കെ ഹൈബ്രിഡ് വരുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇന്നോവ ക്രിസ്റ്റൻ്റിലാറെ വില വരുന്ന വണ്ടിയാണിത്. സംഭവം സെഡാനാണ്, ഒരു കാറാണ്, വലിയ വണ്ടിയൊന്നുമല്ല. പക്ഷേ ഇന്നോവ ക്രിസ്റ്റൻ്റ് ഇന്നോവൻ്റിലാറൊക്കെ വില വന്നിരുന്ന ഒരു വാഹനമാണ്. അത് പണ്ട് മുതലേ ക്യാമറ ഒരുപാട് പഴക്കം മുതൽ ഒരുപാട് മോഡൽ മാറി സെഗ്മെൻറ്റ് മാറി വന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നുണ്ടായിരുന്ന 2010 വന്നിരുന്ന ഒരു മോഡൽ വാഹനം ഇപ്പോൾ നമ്മൾ ഷോറൂമിൽ സെയിൽ ചെയ്തിട്ടുണ്ട്. അത് പെട്രോൾ എൻജിൻ മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇവിടെ നമ്മുടെ കേരളത്തിലൊക്കെ ചെറിയൊരു പ്രൈസിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ നമുക്ക് ക്യാമറ പഴയ മോഡൽ ചെറിയ പ്രൈസിൽ കിട്ടും. പക്ഷേ പ്രവാസികളോട് ഈ പ്രൈസ് പറയുമ്പോൾ അവർ അന്തം വിടുകയാണ്. കാരണം നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ ഒരു വാഹനം നല്ല ഡിമാൻഡാണ്. കാരണം അത്രത്തോളം ആളുകളാണ് ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നത്. കാരണം അവിടെ ഫ്യൂവലിന് പ്രൈസ് കമ്മിയായതുകൊണ്ട് തന്നെ അവർക്ക് ഇത് ഹൈബ്രിഡ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഓൺലി പെട്രോൾ ആണെങ്കിലും അവർക്ക് നന്നായിട്ട് മുതലാവുന്നൊരു വാഹനമാണ്. കാരണം കംപ്ലൈൻറ്റ് വരുന്നില്ല. എത്ര കിലോമീറ്റർ ഓടിയാലും കംപ്ലൈൻറ്റ് വളരെ കമ്മിയാണ് ഈ ഒരു വാഹനത്തിന്. അപ്പോൾ ഒരു യൂസർ സെഗ്മെൻറ്റിൽ വാഹനം എടുത്ത് ഉപയോഗിക്കുന്ന ആളുകൾക്കും എന്തുകൊണ്ടും നല്ല കോൺഫിഡൻറ്റോടു കൂടി എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡൽ വാഹനം കൂടിയാണ് ടൊയോട്ട ക്യാമറി ഹൈബ്രിഡ്. അപ്പോൾ ഈ ഒരു വാഹനം പരിചയപ്പെടുത്തുമ്പോഴേ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഒരു ഷേപ്പ് കണ്ട നിങ്ങൾ, ഈ ഒരു ഷേപ്പ് നമുക്ക് പിന്നെ ഇപ്പോൾ വരുന്ന വാഹനം എന്ന് പറഞ്ഞാൽ നമ്മൾ ലെക്സസിൻ്റെ ഒക്കെ ലുക്കിൽ കിഡിലെ ലുക്കിലാണ് വരുന്നത്. അതിന് ഏകദേശം 10-60 ലക്ഷം രൂപ വരുന്നുണ്ട്. ഇത് 2013 14 വന്നതിന് ശേഷം പിന്നെ ഒരു ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ് 15. ഈ ഷേപ്പ് തന്നെയാണ് 16 17 18 വരുന്നത്. അത്യാവശ്യം കണ്ടാലും ഒരു പുതുപുത്തൻ വണ്ടിൻ്റെ ഫീൽ തന്നെ ഇല്ലൊരു ഷേപ്പിൽ തന്നെയാണ് ഈ ഒരു വാഹനം ഉള്ളത്. അതേപോലെ നല്ല കിഡിലം അലോയ് കാര്യങ്ങളൊക്കെ ടൊയോട്ടൻ്റെ ബാഡ്ജിങ്ങോട് കൂടി തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് 17 സൈസ് 215/60 617 സൈസ് ടയറും അലോയിലാണ് ഈ ഒരു വാഹനത്തിൽ വന്നത്. ഈ 17 സൈസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് തോന്നാം ഹൈബ്രിഡ് പറ്റ ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്മിയാണെന്ന്. അങ്ങനെയല്ല, അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ഈ സെഡാൻ കാറ് ഇത്രയും ലക്ഷറി യാത്രാ കംഫർട്ടും കിട്ടുന്നത് കൊണ്ട് തന്നെ യാത്ര ചെയ്യുമ്പോൾ വലിയ കട്ടർ കാര്യങ്ങൾ അടി തട്ടുന്നത് നമ്മൾ ചെറുതായിട്ട് സൂക്ഷിക്കണം. ആ ഒരു നെഗറ്റീവാണ് നമ്മളൊരു നാട്ടിൽ ഈ ഒരു വാഹനത്തിന് പറയാനുള്ളൂ. കാരണം അല്ലാത്തൊരു ഭാഗം കൊണ്ടും ഈ ഒരു വാഹനം മോശമല്ല. അതേപോലെ ഇവിടെ ഹൈബ്രിഡ് എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് നമുക്കൊരു അൾട്ടീസിൻ്റെ ഒരു ഷേപ്പ് സൈഡ് പ്രൊഫൈൽ കൊണ്ട് നമുക്ക് തോന്നുമെങ്കിലും അൾട്ടീസും ക്യാമറയും രണ്ടും രണ്ടാണ്. രണ്ട് എന്ന് പറയുമ്പോൾ തന്നെ രാജാവും പ്രജയാണ്, അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇത് വേറൊരു മുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം നിങ്ങളെ കാണിക്കേണ്ടത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കേട്ടോ. ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഇത് വീഡിയോയിൽ തന്നെ നിങ്ങളെ മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരു വലിയൊരു വാഹനം തന്നെയാണ്, അത്യാവശ്യം നീളവും വലിപ്പവും കാര്യങ്ങളൊക്കെ അല്ലേ, ഒരു വലിയൊരു വാഹനം തന്നെയാണ് ക്യാമറി ഹൈബ്രിഡ്. പിന്നെ ഇതിൻ്റെ പുറകു വശം കൊണ്ടാണ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തേണ്ടത്. അതായത് ഈ ബാക്ക് വശം കൊണ്ട് നമ്മൾ വരുമ്പോൾ തന്നെ ഒരു ടെയിൽ ലാമ്പിലും നമ്മൾ ആ ലോഗോയിൽ കണ്ട ബ്ലൂ ഷെയ്ഡിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ ക്യാമറയിൽ നിന്നുള്ളൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. ആ ടൊയോട്ട എന്നുള്ള ബാഡ്ജിങ്ങിൻ്റെ ഉള്ളിൽ ബ്ലൂ ഷെയ്ഡിങ് ഒക്കെ വന്നിട്ടുള്ളൊരു ടൊയോട്ടൻ്റെ ലോഗോ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഹൈബ്രിഡ് എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. അത്തരം ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് പുറകുവശം കൊണ്ട് കാണാൻ പറ്റുന്നത്. അതേപോലെ ബമ്പറിൽ സെൻസർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ കാണിക്കേണ്ടത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ടും ഡ്രൈവ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം, അതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഏകദേശം 65 to 70 ലിറ്ററോളം നമുക്ക് പെട്രോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നുണ്ട്. അതേപോലെ തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്തിട്ടൊന്ന് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോഴേ ഇതാണ് നിങ്ങൾ വലിയൊരു ബൂട്ട് സ്പേസും ഇവിടെ ഉണ്ട്. ഏകദേശം 587 ലിറ്ററോളാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ഇതാണ്ടോ ഇവിടെ നമുക്ക്
ഇതിൻ്റെ ടൂൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്പെയർ വീല് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു വാഹനത്തിൻ്റെ ഏത് ഭാഗവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ വാഹനം ഓടിക്കാൻ പോവാണ്. അതിൻ്റെ മുന്നേ ഈ ഒരു വാഹനത്തിൻ്റെ ഓപ്ഷൻസ് ഒന്ന് നിങ്ങളെ കാണിക്കുക. കാരണം പെട്ടെന്ന് മറ്റു വാഹനം ഉപയോഗിച്ച ഒരാൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ ഓടിക്കേണ്ടതെന്ന് പെട്ടെന്ന് കത്തൂല. കാരണം നമുക്കത് ഫീൽ ആകുന്നുണ്ട്. കാരണം ഓരോ കസ്റ്റമർ വരുമ്പോഴേ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു സംഭവം എന്താണെന്നും കൂടി നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ കീ ഈ ഒരു വാഹനത്തിൽ ഉണ്ടായാൽ മതി. ഇപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പവർ ബട്ടൺ ഉണ്ട്. ഇതിൽ നമ്മൾ ജസ്റ്റ് ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം പവർ ബട്ടൺ നെക്കി കഴിഞ്ഞാൽ നമുക്ക് മീറ്ററിൽ കാണാൻ പറ്റും. ഇതുണ്ടോ, ഈ റെഡിന്ന് എഴുതി കാണിക്കും. അല്ലാതെ ഈ വാഹനം സ്റ്റാർട്ടായതോ എൻജിൻ ഓണായ സൗണ്ടോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇലക്ട്രിക് കാർ നിൽക്കണ പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഒരാൾ കയറിയിട്ട് ഇതെന്താ സ്റ്റാർട്ടാവാത്ത വെച്ച് വീണ്ടും വീണ്ടും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. കാരണം സ്റ്റാർട്ടായ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇനി ഈ ഒരു വാഹനം മൂവ് ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഭാഗം വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഇനി നേരെ ഡ്രൈവ് മോഡ്ക്ക് മാറ്റണം. ഇതാണ്ടോ, ഇത് നമ്മൾ ഡ്രൈവ് മോഡ്ക്ക് ഇട്ടതിന് ശേഷം ഇവിടെ നമുക്ക് റെഡിന്ന് കാണുന്നുണ്ട്. ഇവിടെ കണ്ടോ ഇ വിന്നും കാണുന്നുണ്ട്. ഈ മീറ്ററിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇ വിന്ന് കാണാൻ പറ്റും, അതേപോലെ റെഡിന്നും കാണാൻ പറ്റും. അപ്പോൾ അതാണ് ആ സിസ്റ്റം വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ജസ്റ്റ് ഇവിടെ ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്ക് അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത് ഇവിടെയാണ്. ഇതാട്ടോ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കാല് കൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പാർക്കിംഗ് ബ്രേക്ക് ഓണായി. ഇതാണോ, ഇവിടെ ഹാൻഡ് ബ്രേക്കിൻ്റെ എംബ്ലം വന്നു. ഇനി നമ്മളിത് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ പ്രസ് ചെയ്യുക. ഇതാണ്ടോ, ജസ്റ്റ് അതിൽ തന്നെ പ്രസ് ചെയ്തിട്ട് മേലോട്ട് വിട്ടാൽ അത് റിലീസാവും ചെയ്തു. അങ്ങനെയാണ് അതിൻ്റെ പാർക്കിംഗ് ബ്രേക്കിൻ്റെ ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഒരു 70-80% ചിലപ്പോൾ ആളുകൾക്കും ഈ വാഹനം ഉപയോഗിച്ച ആളുകൾക്കൊക്കെ അറിയാവുന്ന കേസ് തന്നെ. കാരണം പക്ഷെ അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഏതായാലും നമ്മളൊരു വീഡിയോ എടുക്കാല്ലേ ഉപയോഗപ്പെടുത്തിയാണ്. ജസ്റ്റ് ഇതാണ്, നിങ്ങൾ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇലക്ട്രിക് കാർ ഓടിക്കുന്ന പോലെ തന്നെ ബ്രേക്കും വന്ന് കാലെടുത്താൽ വണ്ടി മൂവ് ആവും. ഇപ്പോഴൊന്നും പെട്രോൾ വർക്ക് ചെയ്യുന്നില്ല, പെട്രോൾ എൻജിൻ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇതിന് ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതൽ ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് വണ്ടി ഒന്ന് ഓടിക്കാം. ഇനി ഇതിൻ്റെ ഒരു ഓപ്ഷൻസുമാണ് നിങ്ങളെ കാണിക്കട്ടോ. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിയറിങ് നമുക്ക് ഇതിലുണ്ട്. കണ്ടോ, ഏത് രീതിയിലും. അപ്പോൾ എത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ഒരു വാഹനം നല്ല കംഫർട്ടോടു കൂടി ഉപയോഗിക്കാൻ പറ്റും. ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ എ സിൻ്റെ ഭാഗങ്ങളാണ്. ഇതാണ് ഇത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് എ സി. ഇപ്പോൾ ഇതിൽ ഓട്ടോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ സിൻ്റെ ഭാഗങ്ങളോടെ കാണാൻ പറ്റും. അതേപോലെ പിന്നെ ടെമ്പറേച്ചർ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും ലോയിലാണുള്ളത്, നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഭാഗത്തേക്കല്ലേ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫാനിൻ്റെ സ്പീഡ് നമുക്ക് ഇവിടെ കുറക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാന്നുള്ളൂ. അതേപോലെ ഇവിടെ കണ്ട് 2 ബട്ടൺ, ഇത് ഇങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഭാഗത്തോട്ടാണെന്ന് വെച്ചാൽ എ സിൻ്റെ ഫ്ലോ മാറ്റാനും പറ്റും. പിന്നെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ 2 സാധനം കണ്ടങ്ങൾ. ഇതാണ് സീറ്റ് വെന്റിലേഷൻ. ഈ സീറ്റ് ഫുള്ള് നമുക്ക് കൂളാക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഭാഗമാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തുവാണെങ്കിൽ ഓഫാക്കി ഉള്ളിൽ വെക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഇത് പുറത്തോട്ട് വരും. അതിനുശേഷം നമുക്കിത് ഇങ്ങനെ ഓണാക്കി കഴിഞ്ഞാൽ ഈ സീറ്റ് നല്ല കൂളാണ്. അതായത് ഒരു ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാണെങ്കിലും യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും അത്രത്തോളം ഒരു കംഫർട്ടായി. കാരണം ഇതിങ്ങനെ സീറ്റ് തണുത്ത് വന്ന് നമ്മളിങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുന്ന ഒരു ഫീല്, അത് ഈ ഒരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു ഫീല് ജസ്റ്റ് അതൊന്നും അനുഭവിച്ചറിയേണ്ട ഒരു സംഭവം തന്നെയാണ്. അതേപോലെ നമുക്ക് ഇ വി മോഡ് പറഞ്ഞൊരു മോഡ് ഉണ്ട്, അത് നമുക്ക് ഇട്ട് ഓടിക്കാൻ പറ്റും. എക്കോ മോഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം ഒന്ന് ഓടിച്ച് കാണിക്കാം. അതേപോലെ ഈ ഒരു ബട്ടൺ ഉണ്ടെങ്കിൽ ഈ ബട്ടൺ എന്ന് പറയുന്നത് നമ്മൾ ബാക്കിലുള്ള കർട്ടൻ കണ്ടോ, ബാക്കിലുള്ള കർട്ടൻ നമുക്ക് താഴ്ത്താനും ഉയർത്താനും ഉള്ള ഒരു ബട്ടണാണ് ഈ വന്നിട്ടുള്ളത്. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപോലെ ഉയർന്നു വരികയും ചെയ്യും. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ അതേപോലെ ഈ സെൻട്രൽ കൺസോൾ നോക്കുമ്പോഴേ ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ചാർജിങ് ബോർട്ടും ഒരു ആസ്ട്രേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ 2 കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെയും നമുക്ക് ചെറിയ സ്പേസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് USB പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു ആംറസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഭാഗം കൊണ്ട് നിങ്ങളെ കാണിക്കാനുള്ളത്. പിന്നെ സേഫ്റ്റീൻ്റെ കാര്യം പറയേണ്ട ഒട്ടനവധി എയർ ബാഗുകളാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗം എയർ ബാഗാണ്. അതേപോലെ നമുക്ക് ഡാഷ് ബോർഡിലുണ്ട്, സ്റ്റിയറിങ്ങിലുണ്ട്, അതേപോലെ ബാക്ക് വശം കൊണ്ടൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എയർ ബാഗ് വരുന്നുണ്ട്. അപ്പോൾ ഒട്ടനവധി സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം തന്നെയാണ്. പിന്നെ ഇതിന് ഇൻറ്റീരിയർ ഭാഗം കണ്ടെങ്കിൽ ഒരു വുഡ് ആൻഡ് ബ്ലാക്ക് ബീജ് കളറിൽ ഒരു പ്രീമിയം ടച്ചിൽ തന്നെയാണ് വരുന്നത്. ഒരു സൺറൂഫ് ഇല്ല എന്നുള്ളൊരു കമ്മി മാത്രമാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. അല്ലാത്ത എല്ലാ ലക്ഷറി സംഭവങ്ങളും വരുന്നുണ്ട്. ഇപ്പോഴത്തെ ന്യൂ ക്യാമറയിൽ സൺറൂഫും വരുന്നുണ്ട്. അതിന് ഏകദേശം 10-60 ലക്ഷം രൂപ വില വരുന്നൊരു വാഹനം കൂടിയാണ്. ഇനി ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ മിറർ ഫോൾഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്.
അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി സെൻട്രൽ ലോക്കിൽ വണ്ടി ലോക്ക് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് മിറർ ക്ലോസ് ആവും. അതേപോലെ തന്നെ നിങ്ങൾ സീറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും. മെമ്മറി ഫംഗ്ഷൻ സീറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാട്ടോ വന്നിട്ടുള്ളത്. ഫുള്ള് നമുക്ക് ബട്ടണിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് വന്നിട്ടുള്ളത്. ഏത് രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇനി പുറകു വശത്തിരിക്കുന്ന ആൾക്കാണ് യാത്രക്ക് അത്രത്തോളം കംഫർട്ട് ഉണ്ട്. കാരണം ഈ ഒരു സീറ്റാണ് നിങ്ങൾ ഇപ്പോൾ നമുക്കിവിടെ ലെഗ് സ്പേസ് കമ്മിയാണ് അല്ലെങ്കിൽ ലെഗ് റൂം കമ്മിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ബട്ടൺ വന്നിട്ടുണ്ട് ഈ സീറ്റിൽ തന്നെ. ഇത് കണ്ടെങ്കിൽ നമുക്ക് ഈ പുറകിലിരിക്കുന്ന ആൾക്ക് തീരുമാനിക്കാം മുന്നത്തെ ആൾ എവിടെ ഇരിക്കണമെന്ന്. അതേപോലെ അടിയത്തെ ബട്ടൺ നെക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഈ സീറ്റിൻ്റെ അടി നമുക്ക് ഈ റെയിൽ നേരെ മുന്നോട്ട് നീക്കി കൊണ്ടുപോകാനും പറ്റും. ഇതാണോ ഇത് ഇത്രത്തോളം നമുക്ക് മുന്നിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനിയും പോകട്ടോ കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്ടോ കാലുമ്മക്കാൽ കയറ്റി വെച്ച് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇനി അതിലുപരി വേറെ സംഭവം കാണിച്ചു തരാം. ഇവിടെ കണ്ടെങ്കിൽ ഒരു ആംറസ്റ്റ് വന്നിട്ടുണ്ട്. ഈ ആംറസ്റ്റിൽ ഈ ഒരു ബട്ടൺ ഉണ്ടെങ്കിൽ ഇവിടെ 2 ബട്ടൺ വന്നിട്ടുണ്ട്. ഈ ബട്ടണിൽ ഇപ്പം ഞാനിരിക്കുന്ന സീറ്റ് പോലെ ഒരു സെഡാൻ ടൈപ്പ് കാറിൻ്റെ ബാക്കത്തെ ഈ ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നമ്മൾ എസ് ക്ലാസ് പെൻസിലൊക്കെ കാണൽ ഈ ഒരു സീറ്റ് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇത്രത്തോളം പുറകിലോട്ട് പോവും. അതേപോലെ തന്നെ ഇത് നമുക്ക് മുന്നോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റും. ഇതിന് നമുക്ക് ഡ്രൈവറെ സഹായമോ മുന്നിലിരിക്കുന്ന ആളെ സഹായമോ ഒന്നും വേണ്ട. ഈ ക്യാമറയിൽ ഇവിടെ തന്നെ നമുക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ ഷെയ്ഡില്ലേ ബാക്കത്തെ നേരത്തെ ഞാൻ കാണിച്ച കർട്ടൺ അത് നമുക്ക് മുന്നൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ബാക്കിലിരിക്കുന്ന ആൾക്ക് തോന്നുകയാണ് ഇതൊന്നും താത്തണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താത്താൻ പറ്റും. അതേപോലെ നമുക്ക് ഉയർത്തണം തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉയർത്താനും പറ്റും. അതേപോലെ ഇതിൻ്റെ ടെമ്പറേച്ചർ എസിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനൊരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റീരിയോ പവർ മോഡ് വന്നിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ വോളിയം കൺട്രോൾ വന്നിട്ടുണ്ട്. നമുക്ക് പാട്ട് മാറ്റണോ റേഡിയോ ഇടണോ അതിൻ്റെ ഓപ്ഷൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 കപ്പ് ഹോൾഡറും വന്നിട്ടുണ്ട്. നമുക്ക് വാട്ടർ ബോട്ടിലോ കോഫിയോ കാര്യങ്ങളൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇതും വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ 2 AC വെൻറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ ഡോർ പേഡിൽ ഒരു ആഷ്ട്രേ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ ഈ ഡോർ പേഡിലും നമുക്ക് വാട്ടർ ബോട്ടിലും ഗ്ലാസും കാര്യങ്ങളൊക്കെ വെക്കാൻ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് വെയിലുള്ള സമയത്ത് ഒരു ഷെയ്ഡും വന്നിട്ടുണ്ട്, കർട്ടണും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം ഒരു ലക്ഷറി സെഗ്മെൻറ്റ് വാഹനം തന്നെയാണ് ടൊയോട്ട ക്യാമറി ഹൈബ്രിഡ്. സൺറൂഫ് അല്ലാത്ത എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അതേപോലെ ഇവിടെ റീഡിംഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണോ ഇവിടെ നമുക്ക് റീഡിംഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സ്പേസ്, അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ, ഈ ഒരു ഫീച്ചേഴ്സ് ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. പിന്നെ സൈലൻറ്റ് വർക്കിംഗ് ആണ്. നമുക്ക് നല്ല സ്മൂത്തായിട്ട് നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വാഹനം കൂടിയാണ് ടൊയോട്ട ക്യാമറി ഹൈബ്രിഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഇപ്പോഴൊന്നും നമ്മളെ പെട്രോൾ എൻജിൻ ഓൺ ആയിട്ടില്ല മക്കളെ. അതുകൊണ്ടാണ് ഇത് നമുക്ക് ഹൈബ്രിഡ് ഉപയോഗിക്കുമ്പോൾ അത്രത്തോളം ഫ്യൂവൽ എഫിഷ്യൻസി ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം റോഡിൽ കയറി ഓടിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 20 സ്പീഡിലാണ് ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേ തന്നെ കാണാൻ പറ്റും. ഇതാണോ ബാറ്ററിയിൽ നിന്ന് ഇലക്ട്രിക് മോട്ടർക്ക് ചാർജ് വന്ന് ഇതിൽ നിന്ന് വീലിലോട്ട് ചാർജ് പോകണേ. അതായത് ഇപ്പോൾ ഈ വാഹനം കംപ്ലീറ്റ് ഓടുന്നത് ഹൈബ്രിഡ് സിസ്റ്റം ബാറ്ററി എന്ന ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു 25-30 സ്പീഡിലും ഏകദേശം അതിൻ്റെ വെനുമീറ്ററിൽ കാണിക്കുക. ഏകദേശം 40 സ്പീഡോളം ഇപ്പോൾ നമ്മളായി. എന്നാൽ പോലും ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ ഓണായിട്ടില്ല. ഇതുണ്ടോ 40 സ്പീഡ് വരെ നമ്മൾ ഓടിക്കുമ്പോൾ ഇത് ഓണായില്ല. ഇനി അഥവാ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വരുന്നൊരു സംഭവം ആണെങ്കിൽ നേരെ വീലിൽ നിന്ന് ഇലക്ട്രിക് മോട്ടറിലോട്ട് വന്ന് ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രീൻ കളറിൽ കാണുന്നതാണ് ബാറ്ററി ചാർജ് ആണ്. ഇതാണ് റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ്, ബാറ്ററിയിലോട്ട് ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് പോകുന്നത്. അതേപോലെ നമ്മൾ ഒന്ന് ആക്സിലേറ്റർ കൊടുത്താൽ പെട്രോൾ എഞ്ചിൻ ആവണമെന്നാണ് ഇപ്പോൾ ആ റെഡ് സിഗ്നലിൽ കാണുന്നത്. അപ്പോൾ ഇത്തരം ഈ ഒരു ഓപ്ഷനൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഫ്യൂവൽ എഫിഷ്യൻസി കൂടാനൊരു കാരണം ഇപ്പോൾ നമ്മൾ മുന്നിൽ വണ്ടി കണ്ടു ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്രോൾ വർക്ക് ചെയ്യൂല. അതേപോലെ സിഗ്നൽ വരുമ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് വണ്ടി നിർത്തി കഴിഞ്ഞാൽ പെട്രോൾ നമുക്ക് ചിലവാകില്ല. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിന് ഫ്യൂവൽ എഫിഷ്യൻസി കൂടുന്നത്. അതിലുപരി ഈ ഒരു വാഹനം ഓടിക്കാനുള്ള കംഫർട്ട് അത് അടിപൊളിയാണ്. ഇപ്പം നിങ്ങളോട് പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ല, ഇപ്പം ഈ സീറ്റ് തണുത്തോണ്ടിരിക്കുക. ഈ സീറ്റൊക്കെ ഇങ്ങനെ തണുത്ത് നമ്മളിങ്ങനെ ഓടിച്ചു പോകുമ്പോഴേ അത്യാവശ്യം നല്ല പവറാട്ടോ വണ്ടി. ആക്സിലേറ്റർ കൊടുത്താൽ ഇതാണോ കുതിച്ച് കയറി പോവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിൻ്റെ പെട്രോൾ എഞ്ചിൻ ഓണായ സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കേൾക്കുന്നുണ്ടാവും. ആക്സിലേറ്റർ കൊടുത്താൽ നല്ല പവറും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വാഹനം ഒരു സ്മൂത്തായിട്ടൊരു ചെറിയ സൈലൻറ്റ് ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും പറ്റും. ഇനി അതല്ല ഒന്ന് ചവിട്ടി തിമിർത്ത് ഓടിക്കണം എന്നുള്ള ആൾക്കാർക്കും ഈ വണ്ടി പറ്റും. അപ്പോൾ 2 ഓപ്ഷനിൽ നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കാം. കാരണം ഒരു ഇലക്ട്രിക് കാർ ഉപയോഗിക്കുന്ന ഫീൽഡിലും നമുക്ക് ഈ വാഹനം
ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഈ ഒരു വാഹനം ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റുന്നൊരു വാഹനം കൂടിയാണ്. അതേപോലെ തന്നെ യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കും പറ്റിയൊരു മോഡലാണ്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസും ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനുണ്ട്. അതേപോലെ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ എഞ്ചിൻ റൂം കാണിക്കുമ്പോൾ ഇത് 2.5 ലിറ്റർ ഒരു 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇതിൻ്റെ എഞ്ചിൻ റൂം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു വാഹനം കംപ്ലീറ്റ് വാഹനം കാണിക്കുമ്പോൾ ഇതിൻ്റെ എഞ്ചിൻ റൂമും പാടെ നമ്മൾ ഉൾപ്പെടുത്തിയതാണ്. അതേപോലെ ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത് 4825 മില്ലിമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം റോട്ടിൽ ഇങ്ങനെ വരുന്നത് കാണാനുള്ളൊരു ലുക്കും ആ ഒരു ഫീലും ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. മാക്സിമം നമ്മൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ റോഡ് ഷോട്ട് കാര്യങ്ങളൊക്കെ. മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കരുത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇനി ഈ ഒരു യൂസർ സെഗ്മെൻറ്റിൽ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല റീസെയിൽ മാർക്കറ്റ് ഉണ്ട്. ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രത്തോളം ഓപ്ഷൻസ് തരുന്ന, ഇത്രത്തോളം മൈലേജ് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ബ്രാൻഡ് വാല്യൂ തരുന്നൊരു വാഹനം മറ്റൊന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത്തരത്തിലാണ് ഈ ഒരു ക്യാമറിനെ പറ്റി നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം മൈലേജിന് മൈലേജ് ഉണ്ട്, റീസെയിൽ മാർക്കറ്റിന് റീസെയിൽ മാർക്കറ്റ് ഉണ്ട്, മെയിൻ്റനൻസ് ആണെങ്കിൽ വളരെ കമ്മിയാണ്, എല്ലാവിധ ലക്ഷറി ഫീച്ചേഴ്സും ഉണ്ട്, വണ്ടി കാണാനും കിട്ടില്ല ലുക്ക് ഉണ്ട്, യാത്രാ കംഫേർട്ട് ഉണ്ട്, ഡ്രൈവിംഗ് കംഫേർട്ട് ഉണ്ട്. പ്രശ്നം എന്താ കിടക്കുന്നത് വെച്ചാൽ ബാറ്ററി പോയാൽ 3 ലക്ഷം വരും, മെയിൻ്റനൻസ് വരുമ്പോൾ അത്യാവശ്യം നല്ല കോസ്റ്റും വരും. ആ ഒരു സംഭവമാണ് ഉള്ളത്. അത് മനസ്സിലാക്കിയിട്ട് എടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു വാഹനം. ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് 12,75,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. അതായത് വിത്ത് NOCയിൽ. ഇത് കേരള രജിസ്ട്രേഷൻ വാഹനമല്ല. കേരള രജിസ്ട്രേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അഡീഷണൽ കേരള ടാക്സും കാര്യങ്ങളൊക്കെ വരും. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ പറ്റും. അതേപോലെ ഇത് നിങ്ങളുടെ പേരിൽ NOC എടുക്കാനൊരു ഓപ്ഷനും പാടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട RTO ഓഫീസിൽ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്, നിലവിലുണ്ട്. നമ്മൾ NOC നിങ്ങളുടെ പേരിൽ എടുത്തു തരാൻ പറ്റിയൊരു മോഡൽ വാഹനം കൂടിയാണ് ഈ ഒരു വാഹനം. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതാണ്. അതേപോലെ നമ്മൾ സഫാരി കാർസിൽ നമ്മൾ പുതിയൊരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുഴുവൻ വാഹനങ്ങൾ അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വാഹനങ്ങളുടെ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ആപ്പ് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ്. നിങ്ങൾ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ കയറി സഫാരി കാർസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങളുടെ വാഹനം വിൽക്കണം എന്നുണ്ടെങ്കിൽ സെൽ യുവർ വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് അതിലൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാഹനം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. അതല്ല നിങ്ങൾക്ക് ആ വാഹനം പാർക്ക് ആൻഡ് സെയിലിന് നമ്മൾ ഏൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്പിലും നിങ്ങളുടെ വാഹനം പബ്ലിഷ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ ഷോറൂമിലും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻസ് ഒക്കെ നമ്മുടെ സഫാരി കാർസ് പുതിയൊരു അപ്ഡേഷൻ വരുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അറിയിക്കുക. നിങ്ങൾ ഈ ആപ്പ് ഒന്ന് ജസ്റ്റ് ഫ്രീ ഉള്ള ആളുകൾ, ബുദ്ധിമുട്ടില്ലാത്ത ആളുകളൊക്കെ, താല്പര്യമുള്ള ആളുകളൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ നന്നാവും. അപ്പോൾ ഈ ടൊയോട്ട ക്യാമറി ഹൈബ്രിഡിൻ്റെ വിശേഷങ്ങളിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പുതിയ വിശേഷങ്ങളുമായി നമ്മൾ അധികം വൈകാതെ വരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതൽ ഇൻഫർമേഷൻ ഇത് വിട്ടുപോയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അധികം വൈകാതെ തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട, ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.